today's meditation. Just turn our attention to a very familiar psalm. നമ്മുടെ ഇന്നൊരാളത്തെ ചിന്തയ്ക്കായി നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് കടന്നുവരാം. സങ്കീർത്തനം 23, Psalms 23. And we read here like this: The Lord is my shepherd, I shall not want. He maketh me to lie down in green pastures. He leadeth me beside the still waters. He restoreth my soul, and He leadeth me in the paths of righteousness for His name's sake. Yea, though I walk through the valley of the shadow of death, I will fear no evil. For Thou art with me, Thy rod and Thy staff, they comfort me. Thou preparest a table before me in the presence of mine enemies. Thou anointest my head with oil, my cup runneth over. Surely goodness and mercy shall follow me all the days in my life, and I will dwell in the house of the Lord forever. This is a very familiar psalm. ഇത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കൊച്ചിലെ മുതൽ ചെറുപ്രായത്തിൽ തന്നെ കേൾക്കുകയും കാണാതെ പഠിക്കുകയും സൺഡേ സ്കൂളിൽ അത് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. ഈ സങ്കീർത്തനം എഴുതുന്നതിന് മുന്നേ ദാവീദ് രാജാവാകുന്നതിന് മുന്നേ എഴുതിയ ഒരു സങ്കീർത്തനമാണ് എന്നാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. So when he was a shepherd, he took care of his father's sheep, the flock of sheep. And then he wrote this psalm, comparing Lord Jesus Christ, comparing the God as the shepherd of our life. And he compared the flock as the children of God. ദൈവത്തെ ഒരു ഇടയനായിട്ടും ദൈവത്തിൻ്റെ മക്കളെ ആട്ടിൻകൂട്ടമായിട്ടുമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, if you read verse 1 and 2, we see that God is our caring provider. ദൈവം നമുക്ക് നമ്മുടെ പരിചയക്കാരനാണ്, ദൈവം നമുക്ക് പരിപാലിക്കുന്നവനാണ്, അവൻ നമുക്ക് ആവശ്യമുള്ളത് തരുന്ന ഒരു ദൈവമാണ്. ഇവിടെ 1-2 വാക്യത്തിൽ ദൈവത്തെ ഒരു ഇടയനായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. God is like a shepherd who cares us, who provide everything for the sheep. So here the psalmist is trying to explain us, you don't need to worry about anything because you have a shepherd, and the shepherd knows everything that you need. So you need to relax and rest because there is a God who knows everything that will take care of you. നീ ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട, നിന്നെ അറിയുന്ന ഒരു ഇടയൻ നിനക്കുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവം നിനക്ക് ഉണ്ട്. So with God leading us, we experience a wonderful peace and provision. ദൈവം നമ്മളെ കരുതുമ്പോൾ, ദൈവം നമ്മളെ പരിപാലിക്കുമ്പോൾ നമ്മളിൽ സമാധാനം ഉണ്ടാകുന്നു. നമുക്കറിയാം അവൻ നമുക്ക് തക്ക സമയത്ത് എല്ലാം തരുന്നുവെന്ന്. Now considering sheep as the smallest animal, there should be someone with them to take care of. ആടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആടിൻ്റെ കൂടെ ഒരാൾ ഉണ്ടാവണം തീർച്ചയായിട്ടും, അതിനെ സംരക്ഷിക്കുവാൻ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ. നമുക്കറിയാം ആടിൻ്റെ സ്വഭാവം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതാണ്. സോ അതിനെ കറക്റ്റ് ചെയ്യുവാൻ, അതിനെ ഗൈഡ് ചെയ്യുവാൻ ഒരാൾ തീർച്ചയായും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ അതിനെ നമ്മളെ ഗൈഡ് ചെയ്യുവാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മളെ വഴികാട്ടുവാൻ ഒരു ഇടയനുണ്ട് എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34. Mark chapter 6 verse 34. And Jesus, when he came out, saw much people and was moved with compassion towards them, because they were as sheep not having a shepherd, and he began to teach them many things. So ഇവിടെ
Jesus Christ has seen a crowd of people, a mob of people, and he moved with compassion because they don't have any shepherd. So it is not a good thing, a flock of sheep wandering around with a shepherd. That's a sad thing. So the same aspect, Jesus Christ saw a crowd of people and he moved with compassion. ദൈവത്തിന് അവരോട് കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവരിടയൻ ഇല്ലാതെ അവർ തെറ്റി കഴിയുന്നു. അത് കണ്ടിട്ട് അവന് മനസ്സലിവ് തോന്നി. അങ്ങനെ അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ മർക്കോസിൽ വായിച്ചത്. നമ്മൾ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്നത് God cares for us spiritually. ദൈവം നമ്മുടെ ശാരീരികമായ നീഡുകൾ മാത്രമല്ല, നമ്മളെ കരുതുവാൻ മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള പ്രൊവിഷൻസ് തരാൻ മാത്രമല്ല, He also cares us spiritually. അതാണ് പറയുന്നത്, He restored my soul. Concerning our soul, it's a mix of mind, it's a mix of our will, and it's a mix of emotions. So if you take every person, all the person in this world, there will not be any person who don't suffer anything painful. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല വേദനയിലൂടെ, പല പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം, പല നിരാശയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. But the good news is, the shepherd cares for us and he is able to restore your soul. He restored your hurt soul. He heals you. He heals your mind. He heals your emotions. And he gives renewing energy and he strengthens us. അത് തന്നെയാണ് നമ്മുടെ ചിന്താ വിഷയം. അവൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ ഈ നാളുകളിലെല്ലാം ചിന്തിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം, John, Gospel according to John, chapter 10 and verse 27. We read like that. My sheep hear my voice and I know them and they follow me. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ഒരു കരുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ ആത്മീയമായ കരുതലാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവരെൻ്റെ ആടുകളാണെങ്കിൽ അവരെൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് രാവിലെ സമയം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇരിക്കുമ്പോൾ, നമ്മൾ എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അവനെ അറിയുവാൻ, അവനെ കൂടുതലായി മനസ്സിലാക്കുവാൻ ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ അത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർമ്മിക്കുന്നത്. And when we submit everything to His will, and He will show the way according to His will and what path we are supposed to go. He guides us and He protects us and He shows us the right path where we have to go. 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, God protects us. ദൈവത്തിൻ്റെ കരുതൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. നമുക്ക് again, when we consider sheep, it's a helpless animal. It's a helpless animal, I should say, to defend themselves. മറ്റുള്ള വൈൽഡ് ആനിമൽ, മറ്റുള്ള വന്യജീവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സെൽഫ് ഡിഫെൻസ് കഴിവില്ലാത്ത ഒരു മൃഗമാണ് ആടുകൾ എന്ന് പറഞ്ഞാൽ. So there should be a shepherd to protect them, to guide them. If there is no shepherd, it is very easy for the wild animals to target them. ഒരു ഇടയനില്ലെങ്കിൽ വന്യജീവികൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ആടുകളെ കീഴടക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And because these sheep are considered as dumb, they wander off, they get lost their way and putting themselves in struggle. ഇതൊരു കഴിവില്ലാത്ത ജീവിയായതുകൊണ്ട് അവരെ തന്നെ പ്രശ്നത്തിൽ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് അവർ വഴിതെറ്റിപ്പോകുന്നതായും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഇടയന്മാർ എന്താ ചെയ്യുന്നത്? ദേ റിസ്ക് ദെയർ ഓൺ ലൈഫ്. അവരവരുടെ ജീവനെ തന്നെ അപകടത്തിലാക്കി ഈ ആടുകളെ രക്ഷിക്കുവാൻ, ആടുകളെ സംരക്ഷിക്കുവാൻ കഴിയുന്നത് മൊത്തം ഈ ഇടയൻ ചെയ്യും. നമ്മൾ വായിച്ച പോലെ വടിയും കോലും ഉണ്ട് എന്ന് നമ്മൾ വായിച്ചു. അതെന്താണ് കാണിക്കുന്നത്? ഈ ആടുകൾ വഴിതെറ്റി പോകുമ്പോൾ അവരെ ഒരു പക്ഷേ തള്ളി നീക്കുവാനും ലൈനിൽ കൊണ്ടുവരുവാനും അല്ലെങ്കിൽ മറ്റുള്ള if the beast comes, he can beat
with that rod. ആ വടി കൊണ്ട് മറ്റുള്ള ജീവികളെ, മറ്റുള്ള ആനിമൽസിനെ അടിക്കുവാൻ, മറ്റുള്ള മൃഗങ്ങളെ അടിക്കുവാനും അവരെ പറഞ്ഞ് പേടിപ്പിച്ചു വിടുവാനും ഒക്കെ ഈ ഇടയന് സഹായിക്കും എന്നാണ് 4-ാം വാക്യത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. Isaiah chapter 53 verse 6, we read like this: We all, the lost sheep, have gone astray, and we turn everyone his own way. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തിരിഞ്ഞ ആടുകളായിരുന്നു, നമ്മൾ വഴിവിട്ടു പോയ ആടുകൾ ആയിരുന്നു. Sometimes we wander off and we lost our way. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴിതെറ്റി പോകാറുണ്ട്, നമ്മുടെ പാത്ത് വിട്ട് നമ്മൾ സഞ്ചരിക്കാൻ ഇടയാറുണ്ട്. That will end up in trouble. നമ്മൾ അത് കാരണം നമ്മൾ പ്രയാസത്തിലും പ്രതികൂലത്തിലും എത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് സങ്കീർത്തനക്കാരൻ ഇത് ഓർപ്പിക്കുന്നത്. So if you trust God, and we know that there is a God who can trust us. If the sheep knows that we have a shepherd, I have a shepherd who can guide me even though I am going astray. He can guide me to come along with others, along with the line, and then I can move forward. നമ്മൾ വഴിതെറ്റി പോകുമ്പോൾ കർത്താവിൻ്റെ ഹിതത്തിനെയും നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിരക്ഷണ, ദൈവത്തിൻ്റെ പരിപാലനം നമ്മളിലേക്ക് ഉണ്ടാവും, നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെയാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത്, ദൈവം നമ്മളെ സഹായിക്കുന്നത്. We may go through difficult times in our life. In that time we don't need to afraid about anything. Know that we have a shepherd. We know that he walks with us. That's a wonderful thing. Even in the midst of the valley of shadow of death, മരണനിഴലിൽ കൂടി നടന്നാലും കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നു എന്നാണ്. ഈ ഇടയന്മാർ ഒരിക്കലും ഷീപ്പിനെ they just don't leave them and sit back and relax. No, they will be always watchful, and if it's needed, he walk along with the sheep. അവൻ ആടിൻ്റെ കൂടെ നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇടയന്മാരെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. അവരുടെ കൂടെ നടന്ന് അവരെ വഴികാട്ടി മറ്റുള്ള അന്യ ജീവിയിൽ നിന്നും അവരെ രക്ഷിച്ച് അവരെ പരിപാലിക്കുന്നതാണ് ഇടയൻ്റെ ജോലി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതും അതുപോലെയാണ്. അവൻ നമ്മുടെ കൂടെ നടക്കുന്നത്. എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും God, he is there for us, and he walk through us, walk along with us. That's a wonderful God we have. 5-ാമത്തെയും 6-ാമത്തെയും വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. God honors and bless right in front of our enemies. നമ്മൾ തകരട്ടെ എന്ന് വിചാരിക്കുന്ന, നമ്മൾ പരാജയപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന അനേകർ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാവാം, നമ്മുടെ ചുറ്റുപാടുണ്ടാകും. But right in front of your enemies, God will bless us, God will honor us, God will definitely put you up, provided you have to submit yourself in his hands. ദൈവം നമ്മളെ ഉയർത്തും. ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മളുടെ ശത്രുക്കളുടെ മുന്നിൽ അവൻ നമ്മളെ മാനിക്കും. മാനദണ്ഡം കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: If God for us, Romans chapter 8:31, if God is for us, who can ever be against us? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആർക്ക് നമ്മൾക്കെതിരെ വരാൻ സാധിക്കും? If God is with us, who can come against us? ആ ഒരു ചിന്ത ഇന്ന് രാവിലെ സമയം നമ്മളെ ഭരിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. We can be sure that the God's goodness and mercy will always follow us every single day we spend in this world. God's goodness and his mercy will definitely follow us, and he is a shepherd, and his love, goodness overtaking us, and to dwell in his presence. അവിടെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ, കർത്താവിൻ്റെ കൂടെ നിൽക്കുവാൻ അത് മുഖാന്തരം ഇടയാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഇടയനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ പർട്ടിക്കുലർ വേർഡ് ഷെപ്പേർഡ് എന്നെടുക്കുമ്പോൾ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് അറിയാം നമുക്കൊരു ഷെപ്പേർഡുണ്ട്. When we consider the word shepherd, we know that there is a shepherd for us. Jesus Christ is our shepherd. In John chapter 10 verse 11 we say, I am the good shepherd, and good shepherd gives
his life for the sheep. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. എന്താണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? He is clearly referring to that point where he is going to submit as a sacrifice. അവൻ ഒരു യാഗമായി തീരാൻ വേണ്ടി ഉള്ള ആ ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് ആ വാക്യത്തിലൂടെ ഓർപ്പിക്കുന്നത്. Isaiah chapter 53 verse 7 നമ്മളോട് ഇങ്ങനെ വായിക്കുന്നു. Isaiah chapter 53 verse 7, he was opposed, he was afflicted, he opened not his mouth, he is brought as a lamb to the slaughter. അവൻ ഒരു ആടിനെ പോലെ അവരുടെ മുന്നിൽ മിണ്ടാതെ ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയ ദൈവജനമേ, ഇന്ന് രാവിലെ സമയം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ we have a shepherd who gave his life for us. നമുക്കൊരു ഇടയനുണ്ട്, അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ചാണ്. യോഹന്നാൻ സ്നാപകൻ കർത്താവ് അവൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ and he said, here behold the lamb of God who takes away the sin of the world. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാവിലെ സമയം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ let's thank God for this wonderful shepherd we have. ഈ മനോഹരമായ ഈ അതിശക്തനായ ഇടയനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തെറ്റിപ്പോയവരായിരുന്നു നമ്മൾ, എന്നാൽ അവൻ നമ്മളെ അവൻ്റെ കൂട്ടത്തിലേക്ക് he brought us along to his fox. അവൻ്റെ കൂട്ടത്തിലേക്ക് അവൻ നമ്മളെ കൊണ്ടുവന്നു. നമ്മളെ ദിനംതോറും വഴി നടത്തുന്ന ഒരു കർത്താവ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കർത്താവ്, നമുക്ക് കെയറിങ് പ്രൊവൈഡ് ചെയ്യുന്ന കർത്താവ്, നമുക്ക് he God cares for us spiritually. God is our caring provider. God cares for us spiritually and he protects us and he blesses. ഇന്ന് രാവിലെ സമയം ഭരിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമുക്കൊരു നല്ല ഇടയനുണ്ട്, അവൻ നമുക്ക് വേണ്ടി ജീവനെ നൽകിയതാണ്. അവൻ്റെ ആടുകളാണ് നമ്മൾ. അവൻ അനുസരിക്കുന്നത് കേട്ട് നമ്മളിവിടെ വായിച്ചതുപോലെ ലെറ്റ്സ് ഹിയർ ഹിസ് വോയിസ്. അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്ന മക്കളായി ജീവിക്കുവാൻ കർത്താവ് ഈ ചെറിയ ചിന്തയായി ഇടയാക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പിതാവേ, ഈ രാവിലെ സമയങ്ങളുടെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് നൽകിയ സാവകാശത്തിനായി നിങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ രാവിലെ സമയം നിന്റെ സന്നിധിയിൽ കുറച്ച് സമയം ഇരിക്കുവാൻ കർത്താവെ അവിടെ നിരയാക്കിയനായി അടിങ്ങൾ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരു നല്ല ഇടയനുണ്ട് എന്ന് ഈ രാവിലെ സമയം കേൾക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായി അടിങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ ആടുകളാണ്. ഇന്ന് രാവിലെ സമയം അടിങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, അവിടുത്തെ സഹായത്തിനായി നോക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്തിനായി അടിങ്ങൾ നോക്കുന്നു. കർത്താവെ, അടികളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കർത്താവെ, അടികളെല്ലാം ഈ രാവിലെ സമയം അങ്ങയുടെ പാദത്തിലേക്ക് അത് വെക്കുന്നു. അടികളോട് ക്ഷമിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു പുതിയ ദിവസം അടിങ്ങൾക്ക് നൽകിയതിനായി അടികൾ നിന്നെ സ്തുതിക്കുന്നു. വളരെ തീരുമാനത്തോടെ ഇന്നത്തെ ദിവസം തുടങ്ങുവാൻ അടികളെ അവിടുന്ന് ഇടയാക്കിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ജീവൻ നൽകി വീണ്ടെടുത്ത വലിയനായ കർത്താവാകിയ അടികൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയുള്ള മക്കളായി ജീവിപ്പാൻ, നിന്റെ വചനം കേൾക്കുന്ന മക്കളായി ജീവിപ്പാൻ, നിന്റെ ശബ്ദം കേൾക്കുന്ന മക്കളായി ജീവിപ്പാൻ അടിങ്ങളെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം അടിങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ. ഞങ്ങളിവിടെ കഴിക്കുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ആത്മീയവർദ്ധനത്തിന് കാരണമാകുവാൻ, ഞങ്ങളുടെ തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിക്കുവാൻ കാരണമാകുവാൻ, നിന്നെ കൂടുതൽ അറിയുവാൻ കാരണമാകുവാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ കാരണമാകുവാൻ, നിന്നിൽ കൂടുതൽ ധൈര്യപ്പെടുവാൻ കാരണമാകുവാൻ കർത്താവെ ഈ ഇന്നത്തെ ദിവസം അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മിനിസ്റ്റർ ചെയ്യുന്ന എല്ലാ സഹോദരന്മാരെയും ഓർക്കുന്നു, സഹായിക്കുമാറാകണമെന്ന് ആത്മനിർവ്വൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും തക്ക സമയത്ത് കടന്നു വന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്ക് കാരണമായി തീരുവാൻ ഇന്നത്തെ ദിവസം അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സകലമാനും തങ്ങളുടെ പാദത്തിലേക്ക് അർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികമായ എല്ലാം നമ്മൾ കൂടെ നിർത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കുമാറാകണം.